എത്തിയപ്പോഴേക്കും ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായി BJP മൂന്നാം സ്ഥാനത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഔദ്യോഗികമായ കണക്കാണ്. ചിത്രം പാലക്കാട് രണ്ടാമത് ഇടതുപക്ഷമാണോ? രണ്ടാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ഇടതുപക്ഷം? BJP മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണോ? ആ ഒരു കണക്കാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ രഞ്ജിത്ത്? അങ്ങനെയാണെങ്കിൽ വീണ്ടും ചിത്രം മാറി. എവിടെ? 7ാം റൗണ്ടിലാണ് ഇപ്പോൾ BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. UDF 1315 വോട്ടിന് ലീഡ് നേടിയ ഈ 7ാം റൗണ്ടിലാണ് ഇപ്പോൾ 1315 ലീഡിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നു. വീണ്ടും പാലക്കാട്ട് കാര്യങ്ങൾ മാറി മറിയുന്നു. 1315ലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ കൂടുതൽ വോട്ടുകൾ എണ്ണുമ്പോൾ പിരായിരിയിലേക്ക് കൂടുതലായി കടക്കുമ്പോൾ രാഹുൽ വോട്ട് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം VD സതീശൻ പറഞ്ഞതുപോലെയല്ല, K മുരളീധരൻ പറഞ്ഞതുപോലെയാണ് പോകുന്നത്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് പാലക്കാട്. UDF-ഉം NDA-യും തമ്മിലല്ല, കോൺഗ്രസും BJP-യും തമ്മിലായിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നോക്കട്ടെ, കോൺഗ്രസിനകത്ത് ആര് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും സതീശൻ ഗ്രൂപ്പിന് സന്തോഷിക്കാവുന്നത് ജയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പലിന്റെ പിൻഗാമി VD സതീശന്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലേക്ക്. ഇനി അവസാനത്തെ 2 റൗണ്ടുകളിലാണ് മാത്തൂരുള്ളത്. സരിൻ മാത്തൂരും പിരായിരിയും എത്തുമ്പോൾ, പിരായിരി കഴിഞ്ഞ് മാത്തൂരെത്തി കണ്ണാടി എത്തുമ്പോഴേക്കും അത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കൂടിയാണ്. അപർണ പറഞ്ഞതുപോലെ അവിടെ സരിന് വോട്ടുയർത്താനായാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. സരിൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള തീർച്ചയായും BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. RSSന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വളരെ പ്രധാനമാണ്. കൂടുതൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ശ്രീധരന്റെ സമയത്ത് പ്രവർത്തിച്ചതിനേക്കാളും 2021-നേക്കാളും ചിട്ടയോടെയുള്ള പ്രവർത്തനം നടത്തിയെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർക്ക് പോൾ ചെയ്യാതിരുന്ന പല വോട്ടുകളും പോൾ ചെയ്യിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. RSS 2021 കാര്യമായി കളത്തിൽ ഉണ്ടായിരുന്നില്ല. 24-ൽ അവർ പൂർണ്ണമായും ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി, കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതൊക്കെ വോട്ടാകുമെന്ന് അവർ കരുതിയിരുന്നു. ചിരിക്കുന്ന ഒരാളുടെ പേര് പറയാം. ഈ സമയത്ത് ചിരിക്കുന്ന ഒരു പേര് സന്ദീപ് വാര്യർ ചിരിക്കുന്നുണ്ടാകും. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൂടുമ്പോൾ C കൃഷ്ണകുമാർ 3ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഉയരുന്ന ചിരി സന്ദീപ് വാര്യരുടേത് കൂടിയാണ് രഞ്ജിത്ത്. 1315 വോട്ടുകൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം തുടരുകയാണ്. അതെ, 10,000-ലേക്ക് കടക്കുകയാണ്. പ്രദീപിന്റെ ഭൂരിപക്ഷം, UR പ്രദീപിന്റെ ഭൂരിപക്ഷം 10,000-ലേക്ക് കടക്കുന്നു. 917 അത് 10,000 കടക്കുന്ന സംശയമില്ല. രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ 10,000 വോട്ടിന്റെ ലീഡിന് താൻ ജയിക്കുമെന്നാണ് UR പ്രദീപ് പറഞ്ഞത്. 2 ദിവസത്തിന് മുകളിൽ തങ്ങിയത് ചേലക്കരയിലാണ്. ഈ